എങ്ങനെയായിരുന്നു? നമ്മൾ പോകുന്ന സിനിമ കാണാനാണ്. സിനിമയുടെ പേരെന്താണ്? ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം കാണാനാണ് നമ്മൾ പോകുന്നത്. എന്നാൽ നമുക്ക് പോവാം. ഇന്ന് കാണാൻ നമ്മൾ പോകുന്നത് ചണ്ഡീഗഡ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ ഹൃദയപൂർവ്വം സിനിമ കാണാൻ പോവുകയാണേ. അപ്പോൾ അംബാലയിൽ നിന്ന് 48 കിലോമീറ്റർ ദൂരെയുള്ള സെൻട്ര മാളിൽ PVRലാണ് ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചണ്ഡീഗഡ് വരെ പോകുന്ന വിശേഷങ്ങളും, ചണ്ഡീഗഡിനടുത്തുള്ള സ്ഥലമാണ്, വിശേഷങ്ങളും സിനിമയുടെ വിശേഷങ്ങളൊക്കെ കാണാം. വെൽക്കം ടു അവർ വീഡിയോ. വൈകിട്ട് 5:55 ഷോനാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഒരു 4:15 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:35 അവിടെ എത്തുന്ന സമയം കാണിക്കുന്നത്. അപ്പോൾ ചണ്ഡീഗഡിൽ സുരക്പൂറൊക്കെ എത്തുമ്പോൾ കുറച്ച് ട്രാഫിക് നോർമലി എപ്പോഴും ഉണ്ടാവാറുണ്ട്. അവിടെ ഫ്ലൈ ഓവറിൻ്റെ പണിയൊക്കെ നടക്കുന്ന കാരണം. നല്ല ഭംഗിയില്ലേ? അതെ, ഇങ്ങനെ പോലെ. അതെ, എങ്ങനെയുണ്ടെന്ന് ഡ്രൈവ് ചെയ്യാൻ? അതെ. പൂജ ചെയ്തോ? എവിടെ ചെയ്ത്? സ്ക്വയറിൽ എവിടെ ഉണ്ടോന്ന് അറിയില്ല. ഇതിനു മുമ്പ് പോയതേ എനിക്ക് ഓർമ്മയില്ല. ഹനുമാൻജി, പഞ്ചമുഖി ഹനുമാൻ മന്ദിർ. അത് 5 മുഖമുള്ള ഹനുമാനെ കണ്ടോ? ഫ്ലവറിന്റെ സീസണായി ഹനി. ദേ കണ്ട. സുരക്പൂറിൽ എപ്പോഴും തിരക്കുണ്ടാവുന്ന സ്ഥലമല്ലേ. അവിടെ റോഡ് പണി ഇതുവരെ കിട്ടാ. ഇവിടെ വന്നപ്പോൾ മുതൽ റോഡ് പണി നടക്കുന്നത് ഇപ്പോഴും നടക്കും. അവിടെ മാത്രം ഇച്ചിരി ഇഴഞ്ഞിഴഞ്ഞാണ്. ലൽറു അല്ലേ? അല്ല, ലാൽറു. എങ്ങനെ വായിക്കാം? ലാൽറു എന്ന് വായിക്കാം. LALRU. ഇതാരാണ്? മഹാറാണ പ്രതാപ് ദ്വാർ. ലാൽറു എന്ന് ആക്ച്വലി അത് വായിക്കട്ടെ. സ്ഥലത്തിൻ്റെ പേര് വായിക്കുക ലാൽറു. മഹാറാണ പ്രതാപ് ദ്വാർ. ലാൽഡു. ഇവർ ലാൽഡു വായിക്കും, നമ്മൾ ലാൽഡു വായിക്കണം. കണ്ടോ ഹനി? ഒരു കിങ്ങാണ്, പണ്ടത്തെ കിങ് ഹോസിൻ്റെ പുറത്തിരിക്കുന്നത്. ഇവിടെ പണ്ടുണ്ടായിരുന്നു. അംബാലയും ഹരിയാനയിലൊക്കെ ചേർത്തുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ പഞ്ചാബായി തോന്നുന്നു. ഫ്ലൈ ഓവറൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. യൂസർഫി പ്ലാസ 500 മീറ്റർ. സുരക്പൂർ 3.6, ചണ്ഡീഗഡ് 15 കിലോമീറ്റർ, പട്ടിയാല ലെഫ്റ്റ്. ഇവിടെ ഒരു ബർഗർ കിങ് ഉണ്ട്, KFC ഉണ്ട്. പക്ഷെ അവിടെ പോയാൽ നമ്മൾ സിനിമയ്ക്ക് ലേറ്റ് ആവും. ഇപ്പൊ സുരക്പൂർ എത്തിയില്ലേ? എത്തിയത് വില്ലേജ് ഫുഡ് കോർട്സ്. കണ്ടോ? സീതാ. വെൽക്കം ടു ചണ്ഡീഗഡ്, ദ സിറ്റി ബ്യൂട്ടിഫുൾ. പക്ഷെ ഇതൊക്കെ ഡിസൈൻ ചെയ്ത സമയത്തായിരുന്നു സിറ്റി ബ്യൂട്ടിഫുൾ ഒക്കെ. ഇതുകൊണ്ട് ഇപ്പം അത്ര ബ്യൂട്ടിഫുൾ അല്ല. 2.4 കീപ് ലെഫ്റ്റ്. മാംഗോ തോട്ടം കണ്ടു നീ? വലിയ മാംഗോ തോട്ട. അപ്പൊ അത് പറിക്കുമ്പോ ആൾക്കാർ പഠിക്കൂലേ? ഗവൺമെന്റിന്റെ പഠിക്കൂല. എത്തി നമ്മുടെ സ്ഥലം. PVR സിനിമ സെൻട്ര മാൾ. ഇതന്നെ എല്ലാരും ഇവിടെ നിർത്തിക്കോ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സിനിമ തിയേറ്റർ. ഇന്ന് നമുക്ക് ഉള്ളിൽ പോയാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം ഇരിക്കാൻ പറ്റുന്നുണ്ടോ?
എവിടെയാണ്? 4th ഫ്ലോറാ. താങ്ക് യു. അകത്തായിരിക്കും, അകത്താണ്. എനിക്ക് ബർഗർ ഉണ്ടോ? ഉണ്ട്. ശരി, സൂക്ഷിച്ചേ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിനകത്ത് കയറി ഇരുന്നിട്ടുണ്ട്. ആൾക്കാർ അങ്ങനെ വലിയ റഷൊന്നും ഇല്ലായിരുന്നു, കുറവായിരുന്നു. സിനിമ തുടങ്ങി. ഇനി സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമേ. അങ്ങനെ സിനിമ കഴിഞ്ഞു. 5:55 തുടങ്ങി. അപ്പോൾ 8:45 വരെ സിനിമ ഉണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. തുടരും എന്നുള്ളതിനേക്കാളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമായി ഈ സിനിമ. എങ്ങനെയായിരുന്നു? ഇബ്രാഹിമിന് തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഖതർനാക്ക് അടിപിടിയൊക്കെ ആയിരുന്നു അല്ലേ? നല്ലതായിരുന്നു. മോഹൻലാൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, നല്ല ഡ്രസ്സ് ഞങ്ങൾ സിനിമയെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇതേപോലെ ഒരു റൂം ഉണ്ടായിരുന്നേ. അപ്പം നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ഇട്ട്, അപ്പോൾ അതിൻ്റെ അകത്തേക്ക് റെസ്റ്റോറൻറ്റ് മാതിരി എന്തോ ഒന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് അധികം പോയില്ല. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പുറത്തിറങ്ങുക ചെയ്തത്. എന്തായാലും സിനിമ വളരെ നല്ല സിനിമയായിരുന്നു. ശരിക്കും ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതായത് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിരി ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നും, പക്ഷെ അത് ആ സിനിമേനെ കുറച്ചും കൂടി നല്ലതാക്കുന്നേ ഉള്ളൂ. പിന്നെന്താ പറയുക, നമുക്ക് വലിയ അടിപിടിയും ബഹളങ്ങളും ഒന്നുമില്ല, കുറേ ചിരിക്കാനുണ്ട്. അങ്ങനെ സന്തോഷിച്ച് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. എന്തായാലും ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി ചണ്ഡീഗഡിൽ നിന്ന് ഇപ്പോൾ അംബാല എത്താൻ വേണ്ടിയിട്ട് എന്തായാലും 1 മണിക്കൂറിൽ കൂടുതലെടുക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും 9 മണിയൊക്കെ കഴിഞ്ഞു അവിടുന്ന്. അപ്പോൾ എന്തായാലും വീട്ടിലെത്തുമ്പോഴത്തേക്കും 10:30 ആവും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലിൽ മേലെയല്ലപ്പാ, ഇവിടെ പുറത്തിരിക്കാമല്ലോ. ദോശയൊക്കെ ഉണ്ടല്ലോ. നീനു ലൈറ്റ് തൊടരുത്. ഗോൾഡൻ ഹട്ട് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇപ്പോൾ ചണ്ഡീഗഡിനും അംബാലയുടെയും ഏകദേശം നടുക്കായിട്ട് വരും. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു. പറഞ്ഞാൽ നല്ല ആംബിയൻസും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ, നല്ല ലൈറ്റും അതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ നല്ലതായിരുന്നു. അകത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്, നോൺ വെജിറ്റേറിയൻ അല്ല. അപ്പം ഞങ്ങൾ ഇനി അവിടെ കളിക്കാനൊക്കെയുള്ള കുറച്ച് സാധനങ്ങളും ഫോട്ടോ പോയിൻറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചണ്ഡീഗഡ് യാത്രാ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.